സർ, അക്യൂപങ്ചറിംഗ് പോലെയുള്ള ചൈനീസ് ചികിത്സാ രീതികൾ ഫോളോ ചെയ്യുന്ന ആ ജോലിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ സ്വന്തം കുഞ്ഞിന് ഒരു വയസ്സിനിടയിൽ ഒരു വാക്സിൻ പോലും നൽകിയിട്ടില്ല. ആ കുഞ്ഞിന് വേണ്ട ചികിത്സ നൽകിയിട്ടില്ല. ആ കുഞ്ഞു മരിക്കുന്നു. ഇത്തരത്തിൽ മലപ്പുറത്തു നിന്നും വരുന്ന വാർത്തകൾ വളരെ വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ എത്രയോ തവണ വീട്ടിൽ നിന്ന് പ്രസവം, കുഞ്ഞുങ്ങൾക്ക് ചികിത്സ നൽകിയില്ല, ഇത്തരത്തിൽ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചികിത്സാ പിഴവ് മൂലം അംഗവൈകല്യം സംഭവിച്ചു, അത്തരത്തിലൊന്നുമല്ല. പക്ഷെ കൃത്യമായി ഇടപെടാൻ നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മലപ്പുറത്ത് നിന്ന്, കേരളത്തിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുന്നു എന്നുള്ളത് ഖേദകരമാണ്. എന്തുകൊണ്ടായിരിക്കാം സർക്കാർ ഇതിലൊരു അലംഭാവം കാണിക്കുന്നത്? ഇത്രയൊക്കെ ആയിട്ടും ഇവരെന്തുകൊണ്ടായിരിക്കാം, ഒരു കൂട്ടം ആളുകൾ എന്തുകൊണ്ടായിരിക്കാം ഇത് പഠിക്കാത്തത്? നമസ്കാരം. നമ്മളെ ഒക്കെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ നമ്മൾ കേട്ട മലപ്പുറത്തു നിന്ന് ഒരു കുട്ടി വീണ്ടും മരണപ്പെട്ട ഒരു അവസ്ഥ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ തപ്പി നോക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും മുന്നേ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത്. എന്ന് വെച്ചാൽ 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ട് അതിനകത്ത് കാണാൻ കഴിയുക. 1 വാക്സിൻ വിരുദ്ധത, 2 ഈ കപടശാസ്ത്രത്തോടുള്ള ഒരു ആഭിമുഖ്യം, 3 മതം. ഈ 3 സാധനങ്ങൾ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ അവിടെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കളുടെ ആരോഗ്യം മാത്രമല്ല, അവരിലൂടെ ഉണ്ടാകുന്ന കുട്ടികളുടെ ആരോഗ്യം കൂടി അവിടെ അപകടത്തിലാവുന്നു. കുട്ടികളുടെ മരണം സംഭവിക്കുന്നതിലേക്ക് പോലും എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ ഈ വിഷയം വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ബാലാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ നാഷണൽ ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ, അവരുമായിട്ടും അതുപോലെ ഇവിടെയുള്ള മറ്റു പല ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ നേരിട്ട് എഴുതുകയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഈവൻ IMA പ്രതിനിധിയായിട്ട് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ കപടശാസ്ത്രം അത് ആളുകളുടെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, വാക്സിൻ വിരുദ്ധത ആളുകളുടെ ജീവൻ എടുക്കുന്ന അവസ്ഥ വരുമ്പോൾ ഇതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമുണ്ട്. അത് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഗതി പറയുമ്പോൾ ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു റിപ്ലൈ എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് കേട്ടിട്ട് നമ്മളെപ്പോലെയുള്ള ഇത് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സത്യത്തിൽ വളരെ നിരാശയാണ്. നമ്മൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ എത്രമാത്രം വളരെ അലംഭാവത്തോടു കൂടിയാണ് ഇതിനൊക്കെ എടുക്കുന്നതെന്നുള്ളത്. അതായത് നമ്മളെ നാട്ടിൽ ജനിച്ചു വീഴുന്നൊരു കുട്ടി ജീവനോടെ ഇരിക്കണം എന്നുള്ളതിൽ ഒരു നിർബന്ധ ബുദ്ധിയും അവർക്കില്ലാത്ത പോലെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുക. ഇതിൻ്റെ ഇമ്പാക്റ്റ് എവിടെയാണ് വരിക, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ ഒരു ഫ്രീ ചോയ്സിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് ഇടപെട്ടാൽ അതിൻ്റെ തളർത്തലായിട്ടോ ഒക്കെയാണ് ഇതിനെ ആളുകൾ കാണാൻ ശ്രമിക്കുക. പക്ഷേ ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കേണ്ട കാര്യം എന്താ? നമ്മളെ നാടിനൊരു ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുള്ള സാധനങ്ങൾ, അതുപോലെ ഈ ചൈൽഡ് ആരോഗ്യത്തെക്കുറിച്ചുള്ള ഇൻഡെക്സുകൾ, അതുപോലെ അമ്മമാരുടെ ഇൻഡെക്സ്, ഇതുപോലുള്ള പല കാര്യങ്ങൾ, ആരോഗ്യ സൂചികകളുണ്ട്. ഇതിനൊക്കെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ കേരളങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള സാധനം വ്യാപകമായാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മരണം കൂടും. ഇത് നമ്മളുടെ ഇത്തരത്തിലുള്ള ആരോഗ്യ സൂചികകളിൽ നമ്മൾ പിന്നോട്ടടിപ്പിക്കും. ഇത് ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയെ വരെ ബാധിക്കും. അതായത് കേരളത്തിലൊരു കുട്ടി മരിച്ചാൽ അത് കേരളത്തിനെ മാത്രമോ അല്ലെങ്കിൽ മലപ്പുറത്തെ മാത്രമോ അല്ല ബാധിക്കുക. അത് കേരളത്തെ ബാധിക്കുന്നു, ഇന്ത്യയെ ബാധിക്കുന്നു, ഏഷ്യയെ ബാധിക്കുന്നു. നമ്മളുടെ മൊത്തത്തിലുള്ള അത്തരം സൂചികകളിൽ നമ്മളെ പിന്നോട്ടടിപ്പിക്കുന്നതിന് കാരണമാകുന്നു. അങ്ങനെ അത് പോവുകയാണ്. അപ്പോൾ ഇത് ഈ തലത്തിലുള്ള അതിനൊരു ഇമ്പാക്റ്റ് അതുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോവുകയാണ്. ഇതൊരു വശം. ഇനി ഇതിൽ വാക്സിൻ വിരുദ്ധത വന്നു കഴിയുമ്പോൾ സത്യത്തിൽ ഒരു കുട്ടിക്ക് വാക്സിൻ കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അതിപ്പോൾ മാതാപിതാക്കൾക്ക്, മുതിർന്നവർക്ക് പോലും കൊടുക്കേണ്ട വാക്സിനുകളെ കുറിച്ച് നമ്മൾ പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്? ഇത് പ്രൂവൺ ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ആ റീസൺ എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി വാക്സിൻ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ പോളിയോ പോലെയുള്ള അസുഖങ്ങൾ, ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നതാണ് ഈ വസൂരി നിർമ്മാർജ്ജനം നമ്മൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വാക്സിനിലൂടെ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ മറ്റു പല അസുഖങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത്. പിന്നെ ഈ വാക്സിൻ അലംഭാവം കാരണം തിരിച്ച് നമ്മൾ വീണ്ടും അഫക്റ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ വരെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു അസുഖം, അതുപോലെ മംസ്, ഇതുപോലുള്ള അസുഖങ്ങളെല്ലാം കുട്ടികളെയൊക്കെ വീണ്ടും ബാധിക്കുന്ന അവസ്ഥ നമ്മൾ കാണുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ഇത് ഒരു പ്രശ്നം തന്നെയാണ് എന്ന് നമ്മൾ പറയുന്നു. ഇനി കപടശാസ്ത്രത്തിൻ്റെ കാര്യം, ഈ കപടശാസ്ത്രവും മതവും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. ഈ കപടശാസ്ത്രവും മതവും ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാകുന്ന
ഒരു സാഹചര്യത്തിൽ ഏറ്റവും പുറത്ത് വരുന്ന ആദ്യത്തെ കാര്യമാണ് ഈ വാക്സിൻ വിരുദ്ധത. രണ്ടാമത്തെയാണ് ഈ വീട്ടിലെ പ്രസവം എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് പോലും ശരിയായ ചികിത്സ കൊടുക്കാതിരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചികിത്സാ പിഴവെന്നോ അല്ലെങ്കിൽ അശാസ്ത്രീയമായ ചികിത്സ കൊടുത്തു എന്നുള്ളതിനേക്കാൾ ഉപരി ഈ കുട്ടിക്ക് അസുഖം വന്നപ്പോൾ ശരിയായ ചികിത്സ കൊടുത്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം. അതായത് വീട്ടിൽ മഴ കൊള്ളിക്കും വെയിൽ കൊള്ളിക്കുകയൊക്കെ ചെയ്ത് പിടിച്ചിരുത്തി അതിൻ്റെ ഫോട്ടോ വരെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ഞപ്പിത്തമാണ് ബാധിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ കുട്ടി മരണപ്പെടുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും യഥാർത്ഥ കാരണങ്ങളൊക്കെ വരട്ടെ. എന്തായാലും ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു ബ്ലെൻഡാണ്. ഇത് കൂടുതൽ അന്വേഷിച്ച് സമയം കളയേണ്ട ഒരു വിഷയം പോലും അല്ല. കാരണം കപടശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ബൈ ഡെഫിനിഷൻ തന്നെ ക്ലിയർ ആണ്. തെളിവില്ലാത്തത്, ശാസ്ത്രം തള്ളിക്കളഞ്ഞ സാധനങ്ങൾ തെളിവില്ലാത്തതിൻ്റെ പേരിൽ എഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് കാണുന്ന കാര്യങ്ങൾ, ഇതിനെയാണ് കപടശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് വീണ്ടും ശാസ്ത്രമാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയാവുകയാണ്. പിന്നെ ഈ എന്താണ് ഹീലിംഗ് പവർ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ശരീരത്തിന് സ്വന്തമായിട്ട് അസുഖങ്ങളെ ക്യൂർ ചെയ്യാനുള്ളൊരു വഴിയുണ്ട്, അതിനെ നമ്മൾ പരിപോഷിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തരം ആളുകളൊക്കെ ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മയുടെ ഫേസ്ബുക്ക് പേജ് നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനവർ കൂട്ടുപിടിക്കുന്ന മതമായിട്ടുള്ള കണക്ഷനാണ്. ദൈവം നമുക്ക് കനിഞ്ഞ് അരുളി തന്ന ഒരു സാധനമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ അത് പറഞ്ഞു വെക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ മെഡിക്കൽ സയൻസ് ഇതുപോലെ വലിയൊരു പുരോഗമനം ഉണ്ടാക്കി ആളുകൾക്ക് ശരിയായ മരുന്നും മറ്റുള്ള വഴികളൊക്കെ നിർണ്ണയിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ, എന്ന് വെച്ചാൽ ഹാർഡ്ലി ഒരു 100 വർഷത്തിന് മുന്നേ എന്തായിരുന്നു സംഭവം? ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന അവസ്ഥ മാത്രം നമ്മൾ എടുക്കുക. ആ കാലഘട്ടത്തിൽ 1940-കളിൽ പോലും ഇന്ത്യയിലെ ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 40 വയസ്സ് 35 വയസ്സൊക്കെയാണ്. അതായത് കൊട്ടാരങ്ങളിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാർ പോലും വന്ന് മരിച്ചു പോയിരുന്നത് 35-ാം വയസ്സിലും 25-ാം വയസ്സിലുമാണ്. അങ്ങനെ ഉണ്ടായിരുന്ന സമയം എന്ന് വെച്ചാൽ അത്രമാത്രം സൗകര്യങ്ങളും കൊട്ടാര തുല്യമായിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ടായിട്ട് എന്നിട്ട് പോലും അവർക്ക് അവരുടെ ജീവൻ ഒരു 50 വയസ്സിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ ആവറേജ് നമ്മളെടുത്ത് നോക്കുമ്പോൾ. എന്നാൽ ഈ പറയുന്ന മാറ്റം ഉണ്ടായി. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിൽ നമ്മൾ പറയുന്നു. കേരളത്തിൽ അത് 70 വയസ്സിന് മുകളിൽ പറയുന്നു. ജാപ്പാനിലേക്ക് പോകുമ്പോൾ അത് 80 വയസ്സിന് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് സംഭവിച്ചത്? അതിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ. ഒന്ന്, കൃത്യമായ ഭക്ഷണത്തിൻ്റെ ഒരു അവൈലബിലിറ്റി. 2, ഈ പറയുന്ന മരുന്നുകൾ, അസുഖങ്ങൾ മാറ്റാനുള്ള ശരിയായ വഴികൾ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ ദൈവം കനിഞ്ഞ അരുളിയ സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു 100 വർഷം മുന്നേ. എന്നിട്ട് നമ്മൾ കണ്ടിരുന്നത് എന്താണ്? ആളുകൾ കഷ്ടിച്ച് 50 വയസ്സ് വരെ ജീവിക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. 40 ഒക്കെ കണ്ട അവൻ വലിയ ദീർഘായുസുള്ള ആളായിട്ടാണ് അന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇന്ന് പക്ഷേ ദീർഘായുസ് എന്ന് പറഞ്ഞാൽ മിനിമം 100 വയസ്സായി മാറുമ്പോൾ ദൈവത്തിൻ്റെ പങ്കല്ല ഇവിടെ വെളിവാകുന്നത്, ഈ മരുന്നിൻ്റെ പങ്കാണ്. അത് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ അതിന് പകരം ഇന്നിപ്പോൾ കുറേ ആളുകൾക്ക് ഈ കീമോഫോബിയ എന്ന് പറയുന്ന സാധനം, മരുന്നുകളോടുള്ളൊരു എതിർപ്പായിട്ട് മാറുന്നൊരു സാധനമാണ്. അതായത് കെമിക്കലുകളെ ഭയം എന്ന് പറയുന്ന കാര്യം. എല്ലാത്തിലും കെമിക്കലാണെന്ന് പറയാം. അങ്ങനെ പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ശ്വസിക്കുന്ന വായു, ഓക്സിജൻ, അതുപോലും ഒരു കെമിക്കലാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം H2O എന്ന് പറയുമ്പോൾ അതൊരു കെമിക്കലാണ്. നിങ്ങൾ കഴിക്കുന്ന ചോറ്, കറി, ഇതെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ കെമിക്കലാണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്, പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്, ഫാറ്റ് എന്ന് പറയുന്ന കെമിക്കലാണ്, വൈറ്റമിൻ എന്ന് പറയുന്ന കെമിക്കലാണ്, എൻസൈം എന്ന് പറയുന്ന കെമിക്കലാണ്. ഏത് സാധനം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം കെമിക്കൽ അല്ലാത്തൊരു സാധനവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഈ ലോകത്തെവിടെ ഇല്ല. അപ്പോൾ പിന്നെ ഈ കെമിക്കലാണ് എന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല എന്ന് മാത്രമല്ല, അതൊരു അനാവശ്യമായിട്ടുള്ളൊരു ഭീതി വ്യാപാരമാണ്. അതിൽ പെട്ടുപോവുകയാണ് ഇതുപോലെയുള്ള ആളുകൾ. അങ്ങനെ പെട്ടുപോകുമ്പോൾ അവർ പിന്നെ ഈ അവരുടെ തലയിലിരിക്കുന്ന ആശയവും കൂടി ആകുമ്പോൾ അവർ പിന്നെ ചെന്ന് ചാടുന്ന അക്യുപങ്ക്ചർ പോലുള്ള അശാസ്ത്രീയമായ കാര്യം, ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചെന്ന് ചാടും. ഇതൊക്കെ ശരിയാണെന്ന് അവർ ധരിക്കും. ഈ അക്യുപങ്ക്ചറാണ് ഇവിടെ ഈ കുട്ടിയുടെ ഉമ്മ ശീലിച്ചിരുന്നത്, അതുപോലെ അതിൻ്റെ പ്രചാരകയായിരുന്നു എന്നൊക്കെയാണ് അറിയുന്നത്. ചില ഫോട്ടോസൊക്കെ കണ്ടു. ഈ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാകൃതമായ ചൈനീസ് ഒരു ഒറിജിനുള്ള ഒരു സാധനമാണ്. അതിലവർ പറയുന്നത് ഈ എനർജി ഫ്ലോ എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ മെറീഡിയൻസ് എന്ന് പറയുന്ന ചില ചാനൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, ഇങ്ങനെ തലയിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചാനൽസ് ഉണ്ട്. ഈ ചാനലിൽ ഓരോന്നിലൂടെയും ഇങ്ങനെ എനർജി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യിന്നും യാങ്ങും എന്ന് പറയുന്ന 2 സാധനം. നമ്മൾ ഈ കരാട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രം ഉണ്ടാവും. ഒരു ബോൾ ഇങ്ങനെ ഇരിക്കും, ഒരു വെള്ളയും കറുപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞിരിക്കുന്ന ഒരു സാധനം. ഈ സാധനം അത് പറയുന്നത് യിന്നും യാങ്ങും ആണ്. അതൊരു പെർഫെക്റ്റ് ഹാർമണിയിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുക. അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം, ഇതൊക്കെയാണ് പറയുക. അപ്പോൾ ചി എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എനർജി എന്ന് പറയുന്നത് വളരെ പ്രാകൃതമായ ഒരു കൺസെപ്റ്റാണ് ഈ പറഞ്ഞു വെക്കുന്നത്, അല്ലാതെ നമ്മളിന്ന് ഫിസിക്സിൽ പഠിക്കുന്ന എനർജി അല്ല. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഫ്ലോ ശരിയാക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞാണ് ഈ സൂചി കുത്തി ഇറക്കുന്നത്. ഈ സൂചി കുത്തി ഇറക്കി കഴിഞ്ഞാൽ എന്തും മാറും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇത് ചെയ്തതിൻ്റെ പേരിൽ ആളുകൾ ശരിയായ ചികിത്സ കിട്ടാതെ വൈകി അതിൻ്റെ പേരിൽ മരണപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ വളരെ അപൂർവമായിട്ട് വല്ല മസ്കുലോ സ്കെലറ്റൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ, ഇപ്പം ജോയിൻറ്റ് പെയിനോ അല്ലെങ്കിൽ വല്ല മസ്കുലർ ആയിട്ടുള്ള പെയിനോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അത്
കുത്തിയിട്ട് കുറച്ച് കറണ്ടൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒരു ലോക്കൽ ഒരു അനസ്തെറ്റിക് എഫക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ചില ആശ്വാസം കാണുമ്പോൾ ഇത് അക്യുപങ്ചറിൻ്റെ എന്തോ മേന്മയാണെന്നൊക്കെ വരുത്തി തീർത്ത് ആ ഒരു റോങ് ആട്രിബ്യൂഷനിലൂടെയാണ് ഇതിൻ്റെ ഒരു പ്ലാസിബോ ഇഫക്റ്റ് ആയിട്ടൊക്കെ ഇത് മാറുന്നത്. അല്ലാതെ ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വാലിഡേഷനും ഇല്ല. ശാസ്ത്രം തള്ളിക്കളഞ്ഞ സംഗതിയാണ്. ബോധമുള്ള രാഷ്ട്രങ്ങളൊക്കെ ഇത് എന്നോ നിരോധിച്ച സാധനമാണ്. അല്ലെങ്കിൽ നിരോധിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് യഥാർത്ഥ ചികിത്സയായിട്ട് പരിഗണിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സാധനമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ആരോഗ്യ വകുപ്പിൻ്റെ ഒക്കെ മുന്നിൽ, കണ്ണിൻ്റെ മുന്നിൽ, മൂക്കിൻ്റെ താഴെ നടക്കുന്ന സംഗതിയായിട്ട് അവർക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയുന്നില്ല. ഇത് ഒന്നോ രണ്ടോ അല്ല സംഭവം. ഇത് കുറച്ച് മുന്നേ നമ്മൾ കണ്ടു ഒരു സ്ത്രീ അവിടെ ഈ പറയുന്ന കുട്ടി മരണപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി എത്ര എണ്ണം മരിച്ചാലാണ്, എത്ര കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എത്ര കുട്ടികളെ ബലി കൊടുത്താലാണ് ഈ പറയുന്ന അധികാരികളുടെ കണ്ണു തുറക്കാന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിന് എന്ത് തന്നെ കാരണമായിക്കോട്ടെ, മതമായിക്കോട്ടെ, കപടശാസ്ത്രമായിക്കോട്ടെ, ഈ പറയുന്ന വാക്സിൻ വിരുദ്ധത ആയിക്കോട്ടെ, അതിനെയൊന്നും നിങ്ങൾ എതിർത്തില്ല എന്നുണ്ടെങ്കിൽ പോലും കുട്ടി ഒരാൾ ഇവിടെ ജനിച്ചു വീണ് കഴിയുമ്പോൾ ആ കുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള ഏറ്റവും മിനിമൽ പദ്ധതി ഇവിടെ ഉണ്ടാകണം. അതിന് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും? അതിൻ്റെ വയലേഷൻസ് സംഭവിക്കുമ്പോൾ ഇവിടുത്തെ നാഷണൽ ബോഡീസ്, ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആയാലും ബാലാവകാശന്മാരായാലും ഇനി മറ്റ് മനുഷ്യാവകാശ ബോഡികളായാലും അവർക്ക് എന്ത് കാര്യമാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്? അവരെന്താണ് ഇത്രമാത്രം നിഷ്ക്രിയരായിട്ട് ഇതിനകത്ത് ഇരിക്കുന്നതെന്നുള്ള ഒരു ചോദ്യമാണ് നമുക്കിവിടെ ഉയർത്താനുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ കൃത്യമായ ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ്. ആരിഫ് സാർ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സംഗതിയെങ്കിലും അത്തരത്തിലേക്ക് എത്തിക്കാതിരിക്കുക, അതിന് സർക്കാർ വേണ്ട വിധത്തിൽ ഇടപെടുക. ബാക്കി മതപരമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതവരുടെ വിശ്വാസമാണ് എന്നതിനേക്കാൾ ഉപരി ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് വേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ നൽകുക, അതിൽ വരുന്ന ഒന്നാണ് ഈ വാക്സിൻ ഉൾപ്പെടെയുള്ളവ. അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ, വീട്ടിലുള്ള പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ കൃത്യമായി ഇടപെടലുകൾ നടത്തുക. വ്യക്തമാണ്. താങ്ക് യു ആരിഫ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.